അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ടയും ബ്രെഡും ഉപയോഗിച്ചിട്ട് ഒരു കിഡിലൻ സ്നാക്സ് കേട്ടോ. ഒരു കേക്കാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് കേക്കാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത്, അതേപോലെ ക്യാരറ്റ്, തക്കാളി, ചപ്പ്, പച്ചമുളക്, ക്യാപ്സിക്കം, ഇതൊക്കെയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത്. ഇനി നമുക്ക് 3 മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചെടുക്കാം. ശേഷം നല്ല ഒന്നങ്ങാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ്, വലിയ ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം, ചപ്പ്, പച്ചമുളക് ഇതെല്ലാം ഒന്നങ്ങണ്ടിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതാ ഒരു 3.5 സ്പൂണ് അരിപ്പൊടി ആഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം പെപ്പർ പൗഡർ കേട്ടോ, കുരുമുളകിൻ്റെ പൊടിയാണ്. പാകത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാനിത് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ, അതിന് പകുതി ഒഴിച്ചു കൊടുക്കുക. എല്ലായിടത്തും കൊന്നം കണ്ട് റെഡിയാക്കി കൊടുക്കുക. സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് തയ്യാറാക്കാം. ഇനി നമുക്ക് ബ്രെഡാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഞാനത് 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഫില്ല് ചെയ്യാനുള്ള ഭാഗത്തൊക്കെ നമുക്ക് ബ്രെഡ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഞാനിതാ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന ആ കൂട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ സ്ഥലത്തും നല്ല ഒന്നങ്ങോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി ഒരു പാന് വെച്ചിട്ട് ഒന്നങ്ങോട്ട് കമഴ്ത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ സോഫ്റ്റായിട്ട് ഇങ്ങോട്ട് കൊഴിഞ്ഞിങ്ങോട്ട് വീഴുമ്പോഴത്തേക്ക് ആ പാത്രത്തേക്ക്. അപ്പോൾ ഒന്നങ്ങണ്ട് ഓയിൽ ഒന്നങ്ങണ്ട് ചിറ്ററൊന്ന് വെച്ചിട്ട് ഒന്നങ്ങണ്ട് ചൂടാക്കി എടുക്കണം കേട്ടോ. മറ്റേ ഭാഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.